ചങ്ങരംകുളം സാംസ്കാരിക സമിതി ഗ്രന്ഥശാലയിലെ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പുസ്തകം ഓം പ്രകാശ് വാൽമീകി രചിച്ച ജുട്ടാൻ, ഒരു ദളിതൻ്റെ ആത്മകഥ. എച്ചിൽ, ഒരു ദളിതൻ്റെ ആത്മകഥ എന്ന പുസ്തകമാണ്. ജുട്ടൻ എന്ന് പറഞ്ഞാൽ എച്ചിൽ എന്നാണ് അർത്ഥം. ഓം പ്രകാശ് വാൽമീകി 1950 ജൂൺ മാസം ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിലാണ് ജനിച്ചത്. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ എഴുത്തുകാരനാണ്, ദളിത് എഴുത്തുകാരനാണ്. ഈ പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് നിഷ കെ നായർ ആണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാടാണ് നിഷ കെ നായർ ജനിച്ചത്. കേരള സർവകലാശാലയിൽ നിന്ന് ജേർണലിസത്തിലും മാസ് കമ്മ്യൂണിക്കേഷനിലും ബിരുദാനന്തര ബിരുദം അവർ നേടിയിട്ടുണ്ട്. മലയാള മനോരമയുടെ കോട്ടയം യൂണിറ്റിൽ സീനിയർ സബ് എഡിറ്ററായി നിഷ കെ നായർ ജോലി നോക്കുന്നു. ജുട്ടൻ അഥവാ എച്ചിൽ, ഒരു ദളിതൻ്റെ ജീവിതം എന്ന ഈ പുസ്തകം ദളിത് ജീവിതത്തിൻ്റെ, കീഴാള ജീവിതത്തിൻ്റെ തീരാവേദനകളെയും അനുഭവങ്ങളുടെ തീക്കുണ്ഠങ്ങളെയും നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുകയാണ്. ആയുഷ്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു നീറ്റലാണ് ദളിത് ജീവിതമെന്ന് ഓം പ്രകാശ് വാൽമീകി തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഈ പുസ്തകത്തിലൂടെ തുറന്നെഴുതുന്നു. ഒരു പുസ്തകം സ്പർശിക്കുമ്പോൾ ഒരു മനുഷ്യനെ സ്പർശിക്കുന്നു എന്ന വാക്യം ഈ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം അർത്ഥപൂർണമാണ്. ഒരു മനുഷ്യൻ്റെ വേദനിക്കുന്ന ഹൃദയത്തെ അനുവാചകർ സ്പർശിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ വായന നമ്മെ പലപ്പോഴും ഞെട്ടിച്ചു കളയും. ഈ പുസ്തകത്തിൽ ഉടനീളം കാണുന്ന കടുത്ത വിവേചനങ്ങളും കൊടിയ മർദ്ദനങ്ങളും നമ്മുടെ വായനയെ, നമ്മുടെ മനസ്സിനെ നിരന്തരം അലട്ടുകയും അലോസരപ്പെടുത്തുകയും ചെയ്യും. ദളിത് ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. എന്താണ് ദളിത് സാഹിത്യത്തിൻ്റെ പ്രസക്തി? 90കൾ മുതലാണ് ദളിത് സാഹിത്യം ഭാരതീയ സാഹിത്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നത്. ശരൺകുമാർ ലിംബോളയുടെ അക്കർമാശി, കാഞ്ചായിളയ്യയുടെ പുസ്തകങ്ങൾ, ഓം പ്രകാശ് വാൽമീകിയുടെ കഥകളും കവിതകളും നാടകങ്ങളും, ഇങ്ങനെയുള്ള ഒരു കൂട്ടം ദളിത് എഴുത്തുകാർ അതുവരെ മുഖ്യധാര സാഹിത്യത്തിൽ കാണാത്ത ജീവിതാനുഭവങ്ങളെ, നേരനുഭവങ്ങളെ സാഹിത്യത്തിലേക്ക് കഥകളായും നോവലുകളായും കവിതകളായും കൊണ്ടുവന്നു. പ്രേംചന്ദിൻ്റെയും
നമ്മുടെ തകഴി ശിവശങ്കരപ്പിള്ളയുടെയും തോട്ടിയുടെ മകൻ പോലെയുള്ള നോവലുകളിലൊക്കെ ദളിത് അനുഭവങ്ങൾ ഉണ്ട്. എന്നാൽ അതൊന്നും നേരെ അനുഭവങ്ങളല്ല. നേരെ അനുഭവങ്ങളാണ് ഇവിടെ ദളിത് സാഹിത്യം എന്ന് വിവക്ഷിക്കപ്പെടുന്നത്. അതിൻ്റെ പ്രമുഖനായ വക്താവും പ്രയോക്താവുമാണ് ഓം പ്രകാശ് വാൽമീകി. തൻ്റെ ദുരിതപൂർണമായ ബാല്യകാലാനുഭവത്തിൽ നിന്ന് അദ്ദേഹം ഈ പുസ്തകം ആരംഭിക്കുന്നു. ചൂഹ്ര എന്നാണ് ഈ സമുദായക്കാരെ വിളിക്കുന്നത്. ഈ കീഴാള സമുദായമാണ് ചൂഹ്ര. അതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് സവർണർ, വരേണ്യവർഗം ഇവരെ മാറ്റി നിർത്തുന്നത് ചത്ത മൃഗങ്ങളെ ഭക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ്. ചത്തവരെ തിന്നുന്നവർ എന്നതുകൊണ്ട് ഈ കീഴാളത്വത്തിനെ അവർ അകറ്റി നിർത്തുന്നു, മാറ്റി നിർത്തുന്നു. ഇതിൽ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഹിന്ദുമതം പക്ഷികളെയും മൃഗങ്ങളെയും മരങ്ങളെയും ഒക്കെ ആരാധിക്കുന്നു. എന്നാൽ മനുഷ്യരായ ദളിതുകളെ എന്തുകൊണ്ടാണ് ഇവർ അസ്പൃശ്യരായി കാണുന്നത്? തൊട്ടുകൂടാത്തവരും തീണ്ടിക്കൂടാത്തവരുമായിട്ട് എന്താണ് ഈ മതം തങ്ങളുടെ സഹോദരങ്ങളായ സഹജീവികളായ മനുഷ്യരെ മാറ്റി നിർത്തുന്നത്? ഇത് ഒരു വലിയ വൈരുദ്ധ്യമാണ് ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം. ഓം പ്രകാശ് വാൽമീകി തൻ്റെ ഈ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നത് തൻ്റെ അടുത്ത സുഹൃത്തായ ഒരു പത്രാധിപരുടെ നിർബന്ധത്താലാണ്. ദളിത് ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകം തയ്യാറാക്കുന്നതിനു വേണ്ടി അതിലെ ആദ്യ അധ്യായമായി ഓം പ്രകാശിനോട് തൻ്റെ കുട്ടിക്കാലത്തെ അനുഭവങ്ങളെക്കുറിച്ച് എഴുതിത്തരാൻ സുഹൃത്തായ പത്രാധിപർ ആവശ്യപ്പെടുന്നു. ഇതനുസരിച്ചാണ് ഓം പ്രകാശ് തൻ്റെ ആ ദളിത ജീവിതത്തിലേക്ക്, ബാല്യകാലത്തേക്ക് തിരിച്ചു പോകുന്നത്. അത് പക്ഷേ ഒരിക്കലും എളുപ്പമല്ല. പിന്നിട്ട മുൾപാതകളിലൂടെ നഗ്നനായി വീണ്ടും സഞ്ചരിക്കണം. അനുഭവങ്ങളുടെ ആ കനലുകളെ വീണ്ടും എടുത്ത് വാരി പുതയ്ക്കണം. പ്രാണനറ്റുപോകുന്ന വേദനയാണ് ആ കഴിഞ്ഞ കാല പാതകളിലൂടെയുള്ള പിന്നടത്തം, സഞ്ചാരം. അപ്പോൾ അന്ന് ജീവിച്ചു തീർത്ത, തൻ്റെ ബാല്യകൗമാരങ്ങളിൽ ജീവിച്ചു തീർത്ത ആ കനൽപാതകളിലൂടെയും മുൾമുനകളിലൂടെയും അനുഭവത്തിൻ്റെ തീവ്രവേദനകളിലൂടെയും ഓം പ്രകാശ് വാൽമീകി വീണ്ടും സഞ്ചരിച്ചതാണ് ജോട്ടാൻ എന്ന, എച്ചിൽ എന്ന ഈ പുസ്തകം. ചൂഹ്രകൾ എച്ചിൽ തിന്നാൻ വിധിക്കപ്പെട്ടവരാണ്. കൂലിയില്ലാതെ രാപ്പകലുകൾ വരേണ്യരുടെ പാടങ്ങളിൽ, ഗോതമ്പ് പാടങ്ങളിലും കരിമ്പ് പാടങ്ങളിലും അടിമകളെപ്പോലെ ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. രാപ്പകലില്ലാതെ ജോലി ചെയ്താലും ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക പോലും ഈ യജമാനന്മാർ, മേലാളന്മാർ ഇവർക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ദുരനുഭവങ്ങളിലൂടെ ഈ പുസ്തകം നമ്മെ ഈ സമൂഹത്തിലെ കീഴാളരെന്ന്
വിളിച്ച് മാറ്റി നിർത്തപ്പെടുന്നവരുടെ ഉണങ്ങാത്ത കണ്ണീരിൻ്റെയും വിയർപ്പിൻ്റെയും അനുഭവങ്ങളെ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുന്നു. തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടാണ് ഓം പ്രകാശ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. ബർല എന്ന ഗ്രാമത്തിലാണ് ഈ ഓം പ്രകാശ് ജനിക്കുന്നത്. 1950കളിലാണ്. ബർലയിൽ താഗകളുടെ വലിയ ഇഷ്ടികച്ചുമരുള്ള വലിയ വീടുകളുണ്ട്. താഗകളെന്ന ഉയർന്ന ജാതിക്കാർ. താഗകളുടെ വീടിൻ്റെ പിറകുവശത്തുള്ള തൊഴുത്തിന് സമീപമാണ് ഈ ചൂഹരകളുടെ ബസ്തി. ചൂഹരകളുടെ ബസ്തി ഗ്രാമം ഈ താഗകളുടെ വലിയ വീടുകളുടെ തൊഴുത്തിന് സമീപമാണ്. അവിടെ ഒരു കുളമുണ്ട്. മനമടിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെയാണ് തൻ്റെ ബാല്യകാലാനുഭവത്തെ ഓം പ്രകാശ് കുറിച്ചിടുന്നത്. വെളിസ്ഥലത്താണ്, ഈ കുളത്തിൻ്റെ പരിസരത്താണ്, വെളിയിടത്താണ് അവിടെയുള്ള ആ ബസ്തിയിലുള്ള എല്ലാ ചുഹരകളും മലവിസർജനം നടത്തുന്നത്. അതിന് ആൺ പെൺ വ്യത്യാസമില്ല. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ യുവാക്കളെന്നോ വൃദ്ധരെന്നോ ഭേദമില്ല. സ്ത്രീകൾ, യുവതികളും നവവധുക്കളും ഈ കുളത്തിന് സമീപത്തുള്ള വെളിമ്പുറത്ത് മലവിസർജനം നടത്തുന്നു. അവർ വട്ടം കൂടിയിരുന്ന് കാര്യം സാധിക്കുന്നു. അതിനോടൊപ്പം വലിയ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും. ആ മലത്തിലും ചളിയിലും പന്നികൾ പുളയ്ക്കുന്നു. പന്നികളും എലികളും പുളയ്ക്കുന്നു. ഇങ്ങനെ അസഹ്യമായ ദുർഗന്ധത്തിലും മാലിന്യത്തിലും പന്നികളെപ്പോലെ പുളച്ചുകൊണ്ടാണ് ബസ്തി എന്ന ഗ്രാമത്തിലെ ചുഹരകളുടെ ആ ഗ്രാമത്തിലെ കുട്ടികളും വളരുന്നത്. ഈ ചുഹരകളിൽ പുരുഷനും സ്ത്രീയുമെല്ലാം താഗകളുടെ വീട്ടിലെ ജോലിക്കാരാണ്, അടിമവേലക്കാരാണ്. അവർക്ക് കൂലിയില്ല, പണമായിട്ടൊന്നും കൂലിയില്ല. രാപ്പകലില്ലാതെ അധ്വാനിച്ചാൽ അല്പം ധാന്യം, ഗോതമ്പ് കൊടുക്കും. ഒരു 21 കറ്റ ഗോതമ്പ് കൊയ്തെടുത്ത് താഗകളുടെ കളപ്പുരയിൽ കൊണ്ടുവന്ന് മെതിച്ച് കുമ്പാരമാക്കിയിട്ട് കൊടുത്താൽ അവർ കൊടുക്കുന്നത് 1 കിലോ പോലും തികയാത്ത ധാന്യമാണ്. 20 കറ്റയ്ക്ക് 1 കിലോ ധാന്യം എന്നാണ്. 20 കറ്റയ്ക്ക് 1 കറ്റ ആണ് ഇവരുടെ പ്രതിഫലം, ചൂഹരികൾക്ക് കിട്ടുന്ന പ്രതിഫലം. ആ ധാന്യം 1 കിലോ പോലും തികയില്ല. ഇതുകൊണ്ട് വേണം നിരവധി അംഗങ്ങളുള്ള ഒരു കുടുംബം കഴിയാൻ. അപ്പോൾ ഇത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തികയില്ല. ഗോതമ്പ് പാടങ്ങളിലെ അതികഠിനമായ ജോലികളെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. കത്തിയാളുന്ന വെയിലത്ത് സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ ഗോതമ്പ് പാടങ്ങൾ കൊയ്തെടുക്കണം. അതിൻ്റെ കതിരുകൾ കൊയ്തെടുത്ത അതിൻ്റെ കുറ്റികൾക്ക്
കത്തിയുടെ മൂർച്ചയാണ്. അതുകൊണ്ട് കാലുകളെല്ലാം കീറി മുറിയും. ആ കത്തികൾ പോലെ മൂർച്ചയുള്ള കറ്റകളുടെ കുറ്റികൾ കോറി ഈ തൊഴിലാളികളുടെ കാലുകൾ കീറി മുറിയും. അങ്ങനെ വ്രണിതമായ പാദങ്ങളോടെയാണ് ഈ പാവങ്ങൾ താകകളുടെ കൃഷിയിടങ്ങളിൽ നിന്ന്, വിളയിടങ്ങളിൽ നിന്ന് കുടിലുകളിലേക്ക് അരവയറുമായി തിരിച്ചു വരുന്നത്. ഇവർക്ക് പിന്നീട് ലഭിക്കുന്ന സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ത്യാഗികളുടെ വീടുകളിൽ വിവാഹം പോലെയുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ, വിവാഹത്തിനും ജനനത്തിനും മരണത്തിനുമൊക്കെയുള്ള സദ്യകൾ നടക്കുമ്പോൾ അതിൽ ബാക്കി വന്ന എച്ചിൽ ഈ ചൂഹരകൾക്ക് കൊടുക്കും. ഈ എച്ചിൽ വാങ്ങുന്നതിന് വേണ്ടി ഒരു കൊട്ടയുമായി താകകളുടെ സദ്യ നടക്കുന്ന പന്തലിന് പുറത്ത് ഈ ചൂഹരകൾ മുമ്പിൽ വെച്ച കൊട്ടകളുമായി ഇരിക്കും. സദ്യ കഴിഞ്ഞാൽ ബാക്കിയാകുന്ന പൂരിക്കഷ്ണങ്ങളും സബ്ജിയും കറിയും ഒക്കെ ഇലയോട് കൂടി തന്നെ ഇവരുടെ കൊട്ടകളിൽ കൊണ്ടുവന്ന് ത്യാഗികൾ നിക്ഷേപിക്കും. ഈ എച്ചിലാണ് അന്ന് ഏറ്റവും സ്വാദിഷ്ടമായി കഴിച്ച ഭക്ഷണമെന്ന് ഓം പ്രകാശ് വാൽമീകി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഓം പ്രകാശിൻ്റെ അമ്മ ഈ ബാക്കി വരുന്ന പൂരിക്കഷ്ണങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കും. അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കുന്ന ആ പൂരിക്കഷ്ണങ്ങൾ മഴക്കാലത്തെ കൊടും പട്ടിണിക്കാലത്തെ ചൂഹരകളുടെ വിശിഷ്ട ഭോജ്യമാണ്. ആ ഉണങ്ങിയ പൂരിക്കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് കുതിർത്തി തിളപ്പിച്ച് അതിലിത്തിരി ഉപ്പിട്ട് കുറച്ച് കുരുമുളകും ചേർത്ത് അന്ന് കഴിച്ചിരുന്ന ആ ഭക്ഷണത്തെ പോലെ രുചിയുള്ള ഒരു ഭക്ഷണം ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലെ ഭക്ഷണത്തിനും പകരമാവില്ല എന്ന് ഓം പ്രകാശ് തൻ്റെ ഈ ആത്മകഥയിൽ കുറിച്ചിടുന്നു. അങ്ങനെ എച്ചിൽ തിന്ന് വളർന്ന തൻ്റെ ബാല്യകാലം പിന്നീട് 8 വയസ്സിലോ മറ്റോ സ്കൂളിൽ ചേർക്കാൻ ഓം പ്രകാശിൻ്റെ അച്ഛൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 8 വർഷങ്ങൾ കഴിയുന്നുണ്ട്. അതുവരെ ഉത്തർപ്രദേശിലെ ആ ഗ്രാമങ്ങളിലൊന്നും കീഴാള കുട്ടികളെ സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗാന്ധിജിയുടെ ആഹ്വാനമനുസരിച്ച് ചൂഹരക്കുട്ടികളെയും സ്കൂളിലേക്ക് അല്പാൽപമായി പ്രവേശിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഓം പ്രകാശിൻ്റെ അച്ഛൻ്റെ നിർബന്ധം സഹിക്കവയ്യാതെ വീടിന് സമീപത്തുള്ള പ്രൈമറി വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകൻ ഓം പ്രകാശിനെ സ്കൂളിൽ ചേർക്കാൻ നിർബന്ധിതനാകുന്നു. ആ ഹെഡ് മാസ്റ്റർ തന്നെ സ്കൂളിലേക്ക് എടുക്കാമെന്ന് പറഞ്ഞ ആ നിമിഷം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്ന അമൂല്യമായ ഒരു നിമിഷമായി ഓം പ്രകാശ് ഈ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നു. കാരണം ആ നിമിഷം ആണ് ഓം പ്രകാശിനെ മാറ്റിമറിച്ചത്. അതല്ലെങ്കിൽ ഏതൊരു ചൂഹരക്കുട്ടിയെ പോലെ അവൻ ഈ മേലാളരുടെ പാടത്തും പറമ്പിലും ജോലി ചെയ്ത് ഒടുങ്ങിപ്പോകുമായിരുന്നു.
പക്ഷേ സ്കൂളിലേക്ക് ചേർക്കാമെന്ന് പറഞ്ഞെങ്കിലും ഈ പ്രധാന അധ്യാപകൻ പിന്നീട് ഭയങ്കരമായി ഉഴപ്പുകയാണ്. ഒടുവിൽ പിതാജിയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ഇവനെ സ്കൂളിൽ ചേർക്കുന്നു. അവിടെ നിരവധി കുട്ടികൾ ആ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടെങ്കിലും കീഴാളരായിട്ടുള്ള 3 കുട്ടികൾ മാത്രമേ ആ ക്ലാസ്സിലുള്ളൂ. വെറും നിലത്താണ്, വാതിലിനരികിലാണ്, ക്ലാസ് മുറിയുടെ വാതിലിനരികിലാണ് ഓം പ്രകാശും സഹപാഠികളായ ദളിതരായ റാം സിംഗും സുഖൻ സിംഗും ഇരിക്കുന്നത്. മറ്റു കുട്ടികൾ ഇരിക്കുന്ന തളപ്പായ ഓം പ്രകാശിനടുത്തെത്തുമ്പോഴേക്കും തീർന്നു പോകും. പിന്നീട് ഇവർ ഇരിക്കുന്നത് നിലത്താണ്, വെറും നിലത്താണ്. ഈ അവർണരെ അങ്ങനെ തന്നെ നിലനിർത്താൻ, അടിമകളായി നിലനിർത്താൻ സവർണരായ അധ്യാപകർ നടത്തുന്ന മനുഷ്യത്വഹീനമായ പ്രവർത്തികൾ നമ്മെ നടുക്കിക്കളയും. അധ്യാപകർ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ആ കൊടും ക്രൂരതകൾ നമ്മളെ വിഹ്വലരാക്കി മാറ്റും. കാളീചരൺ എന്ന ഒരു പ്രധാന അധ്യാപകൻ ആ സ്കൂളിലേക്ക് വന്നതോടുകൂടി ഓം പ്രകാശിൻ്റെയും റാം സിംഗിൻ്റെയും സുഖൻ സിംഗിൻ്റെയും ജീവിതം നരകതുല്യമായി മാറുന്നു. ഈ പ്രധാന അധ്യാപകൻ ആ സ്കൂളിലെ മൈതാനവും ക്ലാസ് മുറികളും എല്ലാം തൂത്ത് വൃത്തിയാക്കാൻ ഈ കുട്ടികളെ ഏൽപ്പിക്കും. ഓം പ്രകാശ് പ്രായേണ ദുർബലനായ കുട്ടിയാണ്. അവൻ ആ ക്ലാസ് മുറികളും സ്കൂൾ പരിസരവും മൈതാനവും മുഴുവനും കൊടും വെയിലും കൊണ്ട് അടിച്ചു വാരും. ക്ലാസ്സിലിരുന്ന് മറ്റു കുട്ടികൾ പഠിക്കുന്നത് അവൻ ഹൃദയവേദനയോടെ ശ്രവിക്കും. പക്ഷെ നിവൃത്തിയില്ല. അധ്യാപകൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ കൊടിയ മർദ്ദനമാണ്, കൊടിയ മർദ്ദനമേൽക്കേണ്ടി വരും. ഒരു ദിവസം ഇങ്ങനെ സ്കൂളിൻ്റെ മുറ്റം തൂത്തു വൃത്തിയാക്കുന്നത് കണ്ട് ഓം പ്രകാശിൻ്റെ പിതാജി അപ്രതീക്ഷിതമായി വരികയാണ്. അത് കാണുന്നതോടെ താൻ ഓമനിച്ചു വളർത്തിയ മകൻ ഇങ്ങനെ ഈ കത്തുന്ന വെയിലത്ത് അടിമയെപ്പോലെ ജോലി ചെയ്യുന്നത് കണ്ട് ആ പിതാവിൻ്റെ ഉള്ളിലെ ആത്മരോഷം കത്തിജ്വലിക്കുകയാണ്. കീഴാളൻ്റെ വിധേയത്വം കുടഞ്ഞു കളഞ്ഞ് അയാൾ ഒരു വ്യാഘ്രത്തെ പോലെ രോഷാകുലനാകുന്നു. അധ്യാപകരെ ശാസിക്കുന്നു. തൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഈ കൊടും വേല ചെയ്യിച്ചതിന് നിങ്ങൾ അനുഭവിക്കുമെന്ന് താക്കീത് ചെയ്യുന്നു. പിന്നീട് ഗ്രാമമുഖ്യനെ കണ്ട് പിതാവ് ഈ പരാതി പറയുന്നു. ഗ്രാമമുഖ്യൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് ഓം പ്രകാശിന് സ്കൂളിലെ കൊടിയ ജോലികൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഏറിയും കുറഞ്ഞും ഈ ജീവിത ദുരിതം അങ്ങനെ നീണ്ടുപോവുകയാണ്. പലപ്പോഴായിട്ടും നേരിടേണ്ടി വരുന്ന അവഹേളനങ്ങൾ. ഡെറാഡൂണിലെ കോളേജിൽ പഠിക്കാൻ മിടുക്കനായ ഓം പ്രകാശിന് ഡെറാഡൂണിലെ കോളേജിൽ അഡ്മിഷൻ ലഭിക്കുന്നു. തൻ്റെ മാതുലൻ ആ നഗരത്തിലെ മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരനാണ്. അയാളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ഓം പ്രകാശ് പഠിക്കുന്നു. അന്ന് കോളേജിൽ പോകാൻ കൊടും തണുപ്പിനെ മറയ്ക്കാൻ, കൊടും തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വസ്ത്രങ്ങളില്ല, സ്വന്തമായി വസ്ത്രങ്ങളില്ല. അപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാർക്ക്, തൂപ്പുകാർക്ക് കൊടുക്കുന്ന കട്ടിയുള്ള ഖദറിൻ്റെ ഒരു മേൽക്കുപ്പായമുണ്ട്. ഈ മേൽക്കുപ്പായം ഓം പ്രകാശ് ധരിച്ചുകൊണ്ടാണ് കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ തൂപ്പുകാരുടെ വസ്ത്രം ധരിച്ചു വരുന്ന, കോളേജിലേക്ക് വരുന്ന
ഓം പ്രകാശിനെ സഹപാഠികൾ ഭയങ്കരമായി പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. അവൻ്റെ ആ വസ്ത്രം അഴിച്ചു മാറ്റി അവനെ നഗ്നനാക്കാൻ ഒരു വരേണ്യനായ സഹപാഠി ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ സമാനതകളില്ലാത്ത ക്രൂരതകൾ ആ കോളേജ് പഠനകാലത്തും ഓം പ്രകാശ് അനുഭവിക്കുന്നു. പിന്നീട് അതിൽ നിന്നും അല്പമെങ്കിലും മോചനം ലഭിക്കുന്നത് ഓർഡൻസ് ഫാക്ടറിയിലെ ജീവനക്കാരനായി അദ്ദേഹം പ്രവേശിക്കുന്നതോടുകൂടിയാണ്. അപ്പോൾ ലൈബ്രറിയിലെ കോളേജിൽ നിന്നാണ് വായനയുടെ ലോകത്തേക്ക് ഓം പ്രകാശ് പ്രവേശിക്കുന്നത്. പ്രേംചന്ദിൻ്റെയും ടാഗോറിൻ്റെയും ഡോക്ടർ അംബേദ്കറുടെയും ഹിന്ദിയിലെയും പ്രമുഖ സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ ഓം പ്രകാശ് പലയാവർത്തി വായിക്കുന്നു. അങ്ങനെ വായന തൻ്റെ ജീവിതത്തിലെ ഒരു മുഖ്യ ഘടകമാക്കി ഓം പ്രകാശ് മാറ്റിയെടുക്കുന്നു. ദളിത് ജീവിതത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അദ്ദേഹം ചികയുന്നു. അപ്പോഴാണ് ഒരു വലിയ സത്യം ഓം പ്രകാശ് മനസ്സിലാക്കുന്നത്. തൻ്റെ സ്കൂൾ ലൈബ്രറിയിലോ കോളേജ് ലൈബ്രറിയിലോ അംബേദ്കറിൻ്റെ ഒരു പുസ്തകം പോലും കണ്ടില്ല. അംബേദ്കറെ കുറിച്ച് എവിടെയും ഒരു അധ്യാപകൻ പോലും അബദ്ധവശാൽ പോലും ഒരു പരാമർശം പോലും നടത്തിയില്ല. ബോധപൂർവം അംബേദ്കറെ ചരിത്രത്തിൽ നിന്നും എങ്ങനെയാണ് നിഷ്കാസിതനാക്കുന്നത്, പാടെ മാറ്റി നിർത്തുന്നത് എന്ന് ഓം പ്രകാശ് തിരിച്ചറിയുന്നു. പിന്നീട് അംബേദ്കറുടെ കൃതികളെല്ലാം അദ്ദേഹം തേടിപ്പിടിച്ചെടുത്ത് വായിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു ദിശാബോധം ഓം പ്രകാശ് കൈവരിക്കുന്നു. തൻ്റെ സ്കൂൾ ജീവിതകാലത്തെ തൻ്റെ മുതുകിൽ പതിഞ്ഞ മായാത്ത ഒരു അടയാളത്തെക്കുറിച്ച് വേദനയോടെ ഓം പ്രകാശ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരിക്കൽ അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ ദ്രോണാചാര്യർ ദാരിദ്ര്യം കൊണ്ട് പാലിന് പകരം തൻ്റെ മകനായ അശ്വത്ഥാമാവിന് അരി അരച്ച് കലക്കിയത് കൊടുക്കുന്നു, പാലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥ അധ്യാപകൻ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഓം പ്രകാശ് എണീറ്റ് നിന്ന് ചോദിക്കുന്നു, ദ്രോണാചാര്യർക്ക് മകന് അരച്ച് കലക്കി കൊടുക്കാൻ അരിയുണ്ടായിരുന്നു, പക്ഷെ ദളിതരായ ഞങ്ങൾക്ക് കഞ്ഞിവെള്ളം പോലും കുടിക്കാനുള്ള ഗതിയില്ലല്ലോ സാറേ എന്ന് ചോദിക്കുന്നു. ഈ ചോദ്യം ആ വരേണ്യനായ അധ്യാപകനെ ഭയങ്കരമായി പ്രകോപിതനാക്കുന്നു. ആ ഇതിഹാസത്തെ ചോദ്യം ചെയ്ത ഓം പ്രകാശിനെ ഭീകരമായി മർദ്ദിക്കുന്നു. ആ മർദ്ദനത്തിൻ്റെ പാട് ഓം പ്രകാശിൻ്റെ മുതുകിൽ മായാത്ത അടയാളമായി പതിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇതിഹാസങ്ങളിൽ, പ്രൗഢമായ ഗ്രന്ഥങ്ങളിൽ ഒന്നും ഈ ദളിതൻ്റെ ജീവിതത്തിൻ്റെ നേരനുഭവങ്ങൾ വരുന്നില്ല എന്നുള്ള വലിയ ഒരു കണ്ടെത്തൽ ഓം പ്രകാശ് നടത്തുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ചന്ദ്രാപൂരിലെ ഫാക്ടറിയിലെ ഉദ്യോഗസ്ഥനായി വരുന്നു. ചന്ദ എന്ന പെൺകുട്ടിയെ തൻ്റെ സഹധർമ്മിണിയായി സ്വീകരിക്കുന്നു. ചന്ദ്രാപൂരിലെ ഫാക്ടറിയിലെ വാർഷികാഘോഷങ്ങൾക്ക് നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഓം പ്രകാശ് വാൽമീകി നാടകരംഗത്തേക്ക് വരുന്നത്. മേഘദൂത് നാട്യ സംസ്ഥ എന്ന നാടക സംഘം രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം 60ഓളം നാടകങ്ങൾ അവതരിപ്പിക്കുന്നു. അതിലെ മുഖ്യ കഥാപാത്രമായി തിളങ്ങുന്നു. ഇന്ത്യയിലെ വിവിധ പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഓം പ്രകാശ് വാൽമീകിയും ഭാര്യ ചന്ദയും മേഘദൂത് നാട്യ സംസ്ഥയിലെ സംഘാംഗങ്ങളും ചേർന്ന് നിരവധിയായ നാടകങ്ങൾ അവതരിപ്പിക്കുന്നു.
ദളിത് ജീവിതം നേരിടുന്ന സമാനതകളില്ലാത്ത വിവേചനങ്ങളെ, ക്രൂരതകളെ അവർ വേദികളിൽ തുറന്നു കാണിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായങ്ങളിൽ താൻ പേറുന്ന വാൽമീകി എന്ന പേരിനെക്കുറിച്ചുള്ള വലിയ വിവാദങ്ങളും സന്ദേഹങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സാധാരണ ദളിത് എഴുത്തുകാർ, സാധാരണ ദളിത് ആയിട്ടുള്ള ആളുകൾ തങ്ങളുടെ ദളിത് സ്വത്വം മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി പേരിനോടൊപ്പമുള്ള ഇത്തരം കാര്യങ്ങൾ മറച്ചു വയ്ക്കാറാണ് പതിവ്. എന്നാൽ ഓം പ്രകാശ് അതിന് തയ്യാറാകുന്നില്ല. തൻ്റെ ഭാര്യ എതിർത്തിട്ട് പോലും വാൽമീകി എന്ന ആ പേരിനോടൊപ്പമുള്ള ആ ദളിത് സ്വത്വം അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. അതിനെ കൂടെ കൊണ്ടു നടക്കുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾക്കും അവഹേളനങ്ങൾക്കും വിധേയനാകുന്നു. ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ഭക്ഷണത്തിനു വേണ്ടി, വിരുന്നിനു വേണ്ടി ക്ഷണിക്കപ്പെടുന്ന വിശിഷ്ടാതിഥിയായി പോകുന്ന ഓം പ്രകാശ് പലപ്പോഴും താനൊരു ചുഹരയാണെന്ന് ആതിഥേയർ അറിയുമ്പോൾ നടുങ്ങുന്നതും താൻ അവഹേളിക്കപ്പെടുന്നതും വാൽമീകി തിരിച്ചറിയുന്നു. എന്നിട്ടും അദ്ദേഹം തൻ്റെ ആ വാൽമീകി എന്ന പേര് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. ഇങ്ങനെ കീഴാളനായി ജനിക്കേണ്ടി വന്ന ഓരോ മനുഷ്യൻ്റെയും ആത്മവേദനകളാണ് ഈ പുസ്തകത്തിൽ സ്പന്ദിക്കുന്നത്. ഈ പുസ്തകം സ്പന്ദിക്കുന്ന ഒരു ഹൃദയമാണ്. ഇതിനെ സ്പർശിച്ചാൽ ഹൃദയവേദനയോടെ അല്ലാതെ ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. ഈ പുസ്തകം വായിച്ചു തുടങ്ങുന്നതിലൂടെ ഇതിലേക്ക് നിങ്ങൾ ആഴ്ന്നു പോകുന്നു. ഈ അനുഭവങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ ആഴ്ന്നു പോകുന്നു. ഈ പുസ്തകം വായിച്ചു കഴിയുന്നത് വരെ ആ അനുഭവങ്ങളിലൂടെ അനുവാചകർ സഞ്ചരിക്കുന്നു. തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഓം പ്രകാശ് വാൽമീകിയുടെ എച്ചിൽ ഒരു ദളിതൻ്റെ ആത്മകഥ എന്ന ഈ പുസ്തകം. വിസ്താര ഭയം കൊണ്ട് ഞാൻ ചുരുക്കുന്നു. ഈ പുസ്തകം വായിക്കുന്നതിനു വേണ്ടി ഈ ഗ്രന്ഥശാലയിലെ സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ പുസ്തകം വായിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ ഇതിൻ്റെ അഭിപ്രായങ്ങളിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ പുസ്തക പരിചയം ഞാൻ നിർത്തുന്നു. എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.